നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ മൗനം വെടിഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കും. അതിനുവേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനപ്പെട്ട ഒന്നും ഇല്ല എന്നും മോദിയുടെ എക്സ്പോസ്റ്റ്. യുവാക്കളുടെ ഭാവി നശിപ്പിച്ചത് പ്രധാനമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തിരിച്ചടിച്ചു. തീവ്രവാദികളെ പോലെയാണ് വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് കെ.സി. വേണുഗോപാൽ MP പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടായേ മതിയാകൂ എന്ന് മോദിക്ക് CJPയും മറുപടി നൽകി. നരേന്ദ്രമോദിയുടെ അവസാനത്തിന്റെ ആരംഭമായിരിക്കും. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നരേന്ദ്രമോദി ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തിന്റെ ആരംഭമായിരിക്കും ഇത് എന്നുള്ള കാര്യം സംശയം വേണ്ട. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് എല്ലാവിധമായ ഒത്താശയും ചെയ്തു കൊടുത്തിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയെ പൂർണ്ണമായും സംരക്ഷിച്ചിട്ട് ഈ വിരസ്യം പറയുന്ന പ്രധാനമന്ത്രിയെക്കുറിച്ച് പരമപുച്ഛത്തോട് മാത്രമേ ഇന്ത്യ കാണുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും ഇന്ത്യയിലെ ജനങ്ങൾ കൽപ്പിക്കുന്നില്ല, വിദ്യാർത്ഥികൾ കൽപ്പിക്കുന്നില്ല, രക്ഷാകർത്താക്കൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ സ്റ്റുഡൻസിൻ്റെ ഡിമാൻഡ് ആദ്യം അംഗീകരിക്കുക. ഇത് സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമായിട്ട് മാറുകയാണ്. കാരണം ഇതിപ്പം ഏതെങ്കിലും പാർട്ടികളുടെ ബാനറിലോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലോ മാത്രമല്ല, വിദ്യാർത്ഥികൾ ഒഴുകിയെത്തുകയാണ് ഡൽഹിയിലേക്ക്. വെൽ പ്രിപ്പയർഡാണ്. ഞങ്ങൾ കുട്ടികളോടൊപ്പമാണ്, രക്ഷകർത്താക്കളോടൊപ്പം. ഒരു ഇഞ്ച് അതിനകത്ത് മുന്നോട്ട് പോകില്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നത് വരെ ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാവും. പാർലമെന്റിൽ നിന്നും പ്രതിഷേധവുമായ പ്രതിപക്ഷം വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട ലോക്സഭയിലും രാജ്യസഭയിലും നോട്ടീസ് നൽകി. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. നോബിൾ മാരിക്കാരനും ആദിൽ പാലോടും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം നോബിളിലേക്കാണ്. നോബിൾ, 1 മണിക്കൂർ മുമ്പ് പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞിരിക്കുന്നു. എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ആദ്യ സെന്റൻസ് എന്ന് പറയുന്നത് നത്തിങ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ വെൽഫെയർ ആൻഡ് ഫ്യൂച്ചർ ഓഫ് അവർ യൂത്ത് എന്നാണ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ 1.5 മാസമായി സമരം തുടർന്നിട്ടും ഇതുവരെയും മിണ്ടാതിരുന്ന പ്രധാനമന്ത്രിക്ക് ഈ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇങ്ങനെയെങ്കിലും സംസാരിക്കേണ്ടി വന്നത്. അപ്പോഴും പ്രതിഷേധക്കാരുടെ ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം മൗനമാണ്. പാർലമെന്റിൽ ഇപ്പോൾ തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് എന്തായിരിക്കും സംഭവിക്കുക? മാധു, വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ രാജിയെക്കുറിച്ച് പ്രധാനമന്ത്രി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നതാണ് ഇപ്പോഴും ഏറ്റവും അധികം പ്രതിസന്ധിയും വലിയ തരത്തിൽ പ്രതിഷേധത്തിലേക്ക് പോകുന്നുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും വിദ്യാർത്ഥികളും യുവാക്കളെയും തണുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി എക്സിലെങ്കിലും ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് ഈ പറഞ്ഞ ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും, ഫാസ്റ്റ് ട്രാക്ക് കോടതി അടക്കം ഇതിനുവേണ്ടി സ്ഥാപിക്കും, യുവാക്കളുടെ ക്ഷേമത്തിനേക്കാൾ വലുതായി ഒന്നും ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പറയുന്നു. പക്ഷേ CJPയോ പ്രതിപക്ഷമോ ഇതിനെ വകവയ്ക്കുന്നില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചേ മതിയാകൂ എന്ന് ഇപ്പോഴത്തെ സമരത്തിന്റെ മുൻനിരയിലുള്ള CJP അതിനോട് പ്രതികരണമായി പ്രധാനമന്ത്രിക്ക് മറുപടിയായി നൽകിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ആകട്ടെ യുവാക്കളുടെ ഭാവി ഇത്രയും നശിച്ച ഒരാൾ ഇല്ല എന്ന് വിമർശനം ഉന്നയിക്കുന്നു. പ്രധാനമന്ത്രി ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക മാത്രമല്ല അതിന് ഒത്താശ ചെയ്ത ആളുകളെ സംരക്ഷിക്കുകയും ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കുന്നത്. അതായത് പ്രതിപക്ഷം, CJP അടക്കമുള്ള പ്രതിഷേധക്കാർ ഒക്കെ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നാണ്. അത് തന്നെയാണ് ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാക്കാൻ പോകുന്നത്. പിറ്റേ ദിവസമല്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന നിലപാടോ, ഇപ്പോൾ അദ്ദേഹം ഈ തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന, അതും ഒരു സമൂഹ മാധ്യമത്തിലാണ് എങ്കിൽ പോലും അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇത്രയും കാലം ഉണ്ടാകാത്തതിന്റെ പേരിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം രാജ്യത്തെ യുവാക്കൾക്കുണ്ടാകുന്നത്? അത് തീർച്ചയായും യുവാക്കളുടെ പ്രതിഷേധം കാണേണ്ടി വന്നു. പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ മൗനം വെടിയാൻ എന്താണ് യാഥാർത്ഥ്യം? ദില്ലി രാജ്യ തലസ്ഥാനം ഇന്ന് വലിയ സംഘർഷ ഭൂമിയായി മാറിയിരിക്കുന്ന കാഴ്ച. ഇന്നലെ അർദ്ധരാത്രി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, സംഘർഷം ഉണ്ടാകുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ, അല്ലെങ്കിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ കല്ലേറും തർക്കവും വലിയ ലാത്തിച്ചാർജ് ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സംഘർഷഭരിതമാണ് രാജ്യ തലസ്ഥാനം എന്ന് ഇന്നലെ രാത്രിയിലെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഏതാണെങ്കിലും അത്തരത്തിൽ വലിയ സംഘർഷങ്ങൾ നടക്കുമ്പോഴാണ് പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ മൗനം വെടിയേണ്ടി വന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി പക്ഷേ മൗനം വെടിയുമ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ രാജി പ്രഖ്യാപിക്കാതെയുള്ള ഈ മൗനം വെടിയൽ ഒരു തരത്തിലും പ്രതിഷേധക്കാർ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ സൂചന കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്നിപ്പോൾ പാർലമെന്റിന് അകത്തും പുറത്തും വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് ഇന്ത്യ സഖ്യ പാർട്ടികളുടെ തീരുമാനം. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ഇന്ത്യ സഖ്യ പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിന് പിന്നാലെ പാർലമെന്റ് സ്വീകരിക്കുന്ന നടപടികളൊപ്പം ഒരുപക്ഷേ പാർലമെന്റ് കവാടത്തിലേക്കും പ്രതിഷേധം വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം BJPയുടെ പ്രതിഷേധം ഇന്നിപ്പോൾ പാർലമെന്റിന്റെ മകർദ്വാറിൽ കവാടത്തിൽ നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി നടത്തിയ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകളും പ്രതിഷേധങ്ങൾക്ക് എതിരെയാണ് BJP. ഇന്നലെ നമുക്കറിയാം കേരളം അടക്കമുള്ള ഇടങ്ങളിൽ
BJP നേതാക്കൾ പ്രവർത്തകർ കോൺഗ്രസ് ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അതിനൊരു തുടർച്ചയാണ് ഇപ്പോൾ പാർലമെന്റ് കവാടത്തിൽ NDA MPമാർ പ്രതിഷേധിക്കുന്നത്. ഒരുപക്ഷേ ഇന്ത്യ സഖ്യ MPമാർ കൂടി പ്രതിഷേധത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെയും ചില സംഘർഷ സാധ്യതകൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കുക. എന്താണെങ്കിലും പാർലമെന്റ് അകത്തും പുറത്തും ധർമ്മേന്ദ്ര പ്രധാൻ രാജി എന്ന വിഷയത്തിലാണ് ശക്തമായ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭയും രാജ്യസഭയും ഒരുപോലെ തടസ്സപ്പെടും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാധു, ശരി, അതിൽ പാലോട് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അതിൽ ഇന്നും പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ചർച്ചകളുടെ സാധ്യത കൂടി മങ്ങുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്.